ഞാൻ തിരികെ ചർച്ചയിലേക്ക് പോവുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് തുടരാം. ഞാൻ ചോദിച്ച ചോദ്യം, തന്ത്രപരമായ ഒരു ഇടപെടൽ ഇന്ത്യ നടത്തുകയും അത്തരത്തിലേക്കൊരു തിരിച്ചടി നടത്തുകയും ചെയ്യുക എന്നുള്ളതിലേക്ക് പോകും എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത് എന്നാണ്? അനുജ, അങ്ങനെ തന്നെയാണ് കരുതുന്നത്. തന്ത്രപരമായ ഇടപെടൽ, തന്ത്രപരമായ ഒരു മറുപടി, ശക്തമായ മറുപടി, പ്രതീകാത്മകമായ മറുപടി രാജ്യത്തെ ജനങ്ങളുടെ വികാരം വ്രണപ്പെട്ടിരിക്കുന്നു. ആ വികാരം ശമിപ്പിക്കുന്നതിന് കൂടി ഉതകുന്ന ഒരു നടപടി. ഇവിടെ യഥാർത്ഥ പ്രശ്നത്തിൻ്റെ പ്രഭവ കേന്ദ്രം നമുക്ക് നന്നായി അറിയാം. ഒരിക്കൽ പോലും അത് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുമില്ല. അത് പാകിസ്ഥാൻ്റെ സൈന്യമാണ്. എല്ലാ കാലത്തും സ്വാതന്ത്ര്യാനന്തരം നാളിതുവരെ സിവിൽ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുമ്പോഴും പാകിസ്ഥാൻ്റെ ഭാഗധേയം നിർണ്ണയിച്ചിരുന്നതും വിദേശ നയത്തിന് ഊടും പാവും പാകിയതും ഒന്നും തന്നെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ അല്ല, മറിച്ച് സൈന്യമാണ്. അങ്ങനെയെങ്കിൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം പാക് സൈന്യത്തിന് നേരിട്ട് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പ്രഹരം, ഇപ്പോഴെല്ലാം തീവ്രവാദികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു തരം പ്രോക്സി വാറിലേക്കാണ് നിൽക്കുന്നത്. തീവ്രവാദികൾ ഊരും പേരും ഇല്ലാതെ നിൽക്കുകയാണ്. അവരിലേക്ക് അന്വേഷണം നീളുമ്പോൾ തേഞ്ഞു മാഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ വിഷയം ഇന്റർനാഷണലൈസ് ചെയ്യുന്നു. പഹൽഗാമിൽ നടന്ന ആക്രമണം ഏതോ ഭീകരവാദികളുടെയാണ്, ഏതോ തീവ്ര വികാരക്കാരുടെയാണ്, ഒരുപക്ഷെ കാശ്മീരിലെ സ്വാതന്ത്ര്യ സമര പോരാളികളുടേതാണ്, അതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിനെ സമീപിക്കുന്ന പാകിസ്ഥാന്റെ ഉന്നത രാഷ്ട്രീയ നേതൃത്വം യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അറിവും സമ്മതവും ഒത്താശയും എല്ലാം ഇതിന് പിന്നിലുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ ഭാരതത്തിൻ്റെ കൈവശമുള്ളപ്പോൾ അന്വേഷണം എന്നത് ഒരു ഇൻ്റർനാഷണൽ ഏജൻസിയുടെ അന്വേഷണത്തിലേക്ക് നീങ്ങുക എന്നത് വളരെ വലിയ സമയനഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാം ബിഫോർ ദ സ്റ്റോം, കൊടുങ്കാറ്റിന് മുന്നുള്ള ശാന്തത ഇപ്പോൾ പുലരുന്നു. അതുകൊണ്ട് അറിയില്ല എപ്പോഴാണ് ആക്രമണം ഉണ്ടാകുന്നത് എന്നറിയില്ല. മുൻകാലങ്ങളിലുള്ള 3 ആക്രമണമാണ് നേരത്തെ അനുജ സൂചിപ്പിച്ചത്. ഒന്ന് കാർഗിൽ 99 നടന്ന ആക്രമണവും അടിയും തിരിച്ചടിയും. പിന്നീടുള്ളത് 2016 ഉറി ആക്രമണത്തിന് ബദലായി ഭാരതം പാകിസ്ഥാന്റെ മണ്ണിൽ കടന്നുകയറി നടത്തിയ കമാൻഡ് ഓപ്പറേഷൻ. 2019 പുൽവാമയ്ക്ക് ബദലായി ബാലാക്കോട്ടിൽ നടത്തിയ വ്യോമ ആക്രമണം. ഈ 3 ആക്രമണ രീതികളും തീർച്ചയായും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്ന രീതികൾ തന്നെയാണ്. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി, തികച്ചും നൂതനമായ സമയക്രമവും ഒരുപക്ഷെ ഇടവും തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു നാവിക ആക്രമണത്തിലേക്ക് നീങ്ങിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ടാണ് എല്ലാ സേനാ വിഭാഗങ്ങളെയും കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് സർവ്വസജ്ജമാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട്, എന്നാൽ സമയക്രമത്തെക്കുറിച്ച് ആർമിക്ക് തീരുമാനമെടുക്കാം, സൈനിക വിഭാഗങ്ങൾക്ക് തീരുമാനമെടുക്കാം. രാഷ്ട്രീയ നേതൃത്വം അതിൽ നിന്നും ഡിസ്റ്റൻസ് ചെയ്യുകയാണ് സകല സൗകര്യങ്ങളും. അതുകൊണ്ടാണ് മുഴുവൻ ഒരു ദൗത്യവും അകലെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാവികസേനയുടെ ഭാഗത്ത് ചില ചിത്രങ്ങളൊക്കെ ഇന്ന് രാവിലെ അവർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്തും പ്രതീക്ഷിക്കാം, ഏത് തരത്തിലും നമുക്ക് കാര്യങ്ങൾ നടക്കുമെന്ന് കരുതാം എന്ന സൂചന കൂടിയായി അതിനെ കാണാം. തീർച്ചയായിട്ടും നാവികസേനയുടെ ഭാഗത്തു നിന്ന് വന്നൊരു പ്രസ്താവന ഓർക്കണം. ആ നാവികസേനയുടെ ഒരു കപ്പലുകൾ ഒരു ചിത്രം ഇട്ടതിന് ശേഷം അതിന് അടിക്കുറിപ്പ് എന്ന നിലയിൽ ഇടുകയാണ്, ഒരു ദൗത്യവും അകലെയല്ല. അതേസമയം അത്ര വിശാലത ഒരു കടലിനുമില്ല. അതായത് പാകിസ്ഥാൻ നേവിയെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതയെ, അതായത് അറബിക്കടലിൻ്റെ ഒരു വലിയ മഹാപരപ്പ്, അത് ഇന്ത്യക്ക് പരമാവധി അത് ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന ഒരു ഫ്ലെക്സിംഗ് ഓഫ് മസിൽസ് ആണ്. അതുകൊണ്ട് ഒരു നാവിക യുദ്ധം ഈ തരുണത്തിൽ പാകിസ്ഥാൻ ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണില്ല. അതിർത്തിയിലെ ചെറിയ പോരാട്ടങ്ങളോ അല്ലെങ്കിൽ അതിർത്തി കടന്നു വരുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കോ ഒക്കെ ആകാം പാകിസ്ഥാൻ്റെ പ്രതീക്ഷകളിലുള്ളത്. അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇപ്പോൾ കറാച്ചി മേഖലയിലേക്ക്, ദക്ഷിണ പാകിസ്ഥാനിലേക്ക്, സമുദ്രതീരങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചാൽ സ്റ്റേറ്റ് ഈസ് അറ്റ് വാർ എന്നതാണ്. പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഔപചാരികമായി ഇന്ത്യക്കെതിരെ നടത്തുന്ന ഒരു യുദ്ധപ്രഖ്യാപനം പോലെയാണ് ഈ കടന്നുകയറി നിസ്സഹായരായ ഇന്ത്യൻ പൗരന്മാരെ 26 പേരെ കൊന്നു എന്ന് പറയുന്നത്. തീർച്ചയായും സിവിലിയന്മാർക്ക് നേരെ നടത്തിയ പാകിസ്ഥാൻ്റെ ആക്രമണമാണ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ നയം രൂപീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ്റെ മണ്ണിൽ അപ്രതീക്ഷിതമായ ഒരിടത്ത് ഒരു പ്രതീകാത്മകമായ ഒരാക്രമണം, അത് സൈന്യത്തിന് വേദനിക്കുന്ന, എവിടെയാണ് സൈന്യത്തിന്? പാകിസ്ഥാൻ സൈന്യ തീവ്രവാദികൾക്കല്ല, തീവ്രവാദികളെ പലപ്പോഴും നമ്മൾ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ സൈന്യത്തിന് എവിടെയാണോ, പാക് പട്ടാളത്തിന്, പാക് സൈന്യത്തിന്, പ്രത്യേകിച്ച് കരസേനയ്ക്ക് എവിടെയാണോ വേദനിക്കുന്നത് അവിടേക്ക് ആക്രമണം വ്യാപിപ്പിക്കാനുള്ള ഒരു നയപരമായ തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റിൻ്റെ സുരക്ഷാകാര്യ സമിതിയും പിന്നീട് ഒരു സൂപ്പർ ക്യാബിനറ്റും കൂടി അങ്ങനെ ഒരു തീരുമാനം, ആ തീരുമാനം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കാം. ആ രീതിയിലേക്കാണ് സാഹചര്യങ്ങളെല്ലാം തന്നെ അനുജ വിരൽ ചൂണ്ടുന്നത്. ശരി.